ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2025 ജാനുവരി 13 തിങ്കളാഴ്ച. അന്ന് പൗർണമിയാണ്. അന്ന് മറ്റൊരു വിശേഷമുണ്ട്, ശാകംഭരി പൂർണിമ. പൗർണമി തിഥി ആരംഭിക്കുന്നത് ജാനുവരി 13 വെളുപ്പിനെ 5:03 മുതൽ ജാനുവരി 14 വെളുപ്പിനെ 3:56 വരെയാണ്. അതുകൊണ്ട് പൗർണമിയായി നമ്മൾ ആചരിക്കുന്നത് ജാനുവരി 13 തിങ്കളാഴ്ചയാണ്. അന്ന് തന്നെയാണ് ശാകംഭരി പൂർണിമയും. മഹാദേവിയുടെ ഒരു അവതാരമാണ് ശാകംഭരി ദേവി. ശാകംഭരി ദേവിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഐതിഹ്യമുണ്ട്. അതിപ്രകാരമാണ്. പണ്ട് ദുർഗമാസുരൻ എന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു. വലിയ ദുഷ്ടനായിരുന്നു. ആ അസുരൻ്റെ ദുഷ്ടപ്രവർത്തികൾ മൂലം ഭൂമിയിലെ മുഴുവൻ ലവണങ്ങളും നഷ്ടപ്പെട്ടു പോയി. ഋഷിമാർ വേദങ്ങൾ പോലും മറന്നുപോയി. പണ്ടത്തെ കാലത്ത് എപ്പോഴും സന്യാസിമാർ യാഗം ചെയ്തുകൊണ്ടിരുന്നു. അവർ വേദങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് യാഗം നടത്തിക്കൊണ്ടിരുന്നു. കലിയുഗത്തിലല്ല, അതിനു മുമ്പുള്ള യുഗങ്ങളിൽ. അന്ന് യാഗത്തിന് വലിയ പ്രാധാന്യമായിരുന്നു. എന്തിനായിരുന്നു അവരിങ്ങനെ നിരന്തരം യാഗങ്ങളും ഹോമങ്ങളും നടത്തിക്കൊണ്ടിരുന്നത്? ഭൂമിയുടെ ശ്രേയസ്കരമായ മുമ്പോട്ടുള്ള പോക്കിന് വേണ്ടിയിട്ടാണ് ഈ വിധം അവർ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ ദുഷ്ടനായ അസുരൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഋഷീശ്വരന്മാർ വേദങ്ങളൊക്കെ മറന്നു പോകുന്നു. അങ്ങനെ യാഗങ്ങളൊന്നും ഇല്ലാതാകുന്നു. ഭൂമിയുടെ പോഷകങ്ങളെല്ലാം നശിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് വരൾച്ച ഉണ്ടാകുന്നു, മഴയുണ്ടാകുന്നില്ല. അതിൻ്റെ ഫലം എന്താണ്? ഭൂമിയിൽ ധാന്യസമൃദ്ധി ഇല്ലാതാകുന്നു. ഒന്നും വിളയുന്നില്ല. അരിയും പച്ചക്കറികളും ഗോതമ്പും ഒന്നുമില്ല. അങ്ങനെ എല്ലാവരും തന്നെ കൊടും പട്ടിണിയിലായി മാറുന്നു. അവസാനം ഇത് ദുർഗമാസുരൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് എന്ന് മനസ്സിലാക്കിയ ഋഷീശ്വരന്മാർ പാർവതീദേവിയെ ചെന്ന് കാണുകയും ദേവി ശാകംഭരി ദേവിയുടെ രൂപത്തിൽ അവതരിക്കുകയും ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. പാർവതീദേവി 4 കൈകളോടുകൂടി ശാകംഭരി ദേവിയായി അവതരിക്കുകയും ദേവി മനുഷ്യർക്കും ദേവന്മാർക്കും അവരവരുടെ ശക്തി വീണ്ടെടുക്കുന്നതിനാവശ്യമായ പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി നൽകുകയും ചെയ്തു എന്നാണ് കഥ പറയുന്നത്. ഭാരതത്തിൻ്റെ പല സ്ഥലങ്ങളിലും ശാകംഭരി ദേവിക്ക് ക്ഷേത്രങ്ങളുണ്ട്. ഉത്തർപ്രദേശിലുണ്ട്, രാജസ്ഥാനിലുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും ഉത്തരേന്ത്യയിൽ ദേവിയുടെ ക്ഷേത്രങ്ങളുണ്ട്. എന്തുതന്നെയായാലും ഈ പൗർണമി ദിവസം ശാകംഭരി ദേവിയെ പ്രാർത്ഥിക്കുന്നത് നമുക്കൊരിക്കലും ആഹാരത്തിന് മുട്ടുവരാതിരിക്കാനായിട്ട് വളരെയധികം നല്ലതാണ്. നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരിക്കലും നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ആഹാരത്തിന് മുട്ടുണ്ടാകരുതേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹാദേവിയുടെ അവതാരമായ ശാകംഭരി ദേവിയെ ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കുറച്ച് പച്ചക്കറികളും പഴങ്ങളുമൊക്കെ മേടിച്ചിട്ട് വിളക്ക് തെളിയിച്ച് ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ ദേവിക്കായിട്ട് നമുക്ക് ഈ പച്ചക്കറികളും പഴങ്ങളുമൊക്കെ വിളക്കിന് മുമ്പിൽ സമർപ്പിച്ച് ദേവിക്കായിട്ട് സമർപ്പിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഓം ശാകംഭരി ദേവിയെ നമഃ എന്ന് 108 തവണ ജപിക്കാം. പുതുതായിട്ട് മേടിച്ച പച്ചക്കറികളുണ്ടെങ്കിൽ ആ പച്ചക്കറികളൊക്കെ സമർപ്പിക്കാം. നമ്മൾ മേടിച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ചിരിക്കുന്നത് എടുത്തുകൊണ്ട് വന്ന് വെക്കണ്ട. അതല്ലാതെ അന്നേ ദിവസം പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് മേടിച്ചിട്ട് നന്നായിട്ട് കഴുകി ഒരു പാത്രത്തിലാക്കി വിളക്ക് തെളിയിക്കുമ്പോൾ ഇതും കൂടെ സമർപ്പിച്ച് ദേവിയോട് പ്രാർത്ഥിക്കാം. കാരണം അന്നേ ദിവസം പൗർണമിയാണ്. പൗർണമിയും
മഹാദേവിയെ പ്രാർത്ഥിക്കുന്നതിന് വളരെയധികം ഉത്തമമാണ്. പൗർണമി വ്രതമെടുക്കുന്ന ധാരാളം സ്ത്രീകളുണ്ട്. ധനധാന്യ സമൃദ്ധിക്കും കുടുംബ ഐശ്വര്യത്തിനുമൊക്കെ പൗർണമി വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. പൗർണമി വ്രതം ചിലർ ഉപവസിക്കും, ചിലർ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ചോറും ഉള്ളി ചേർക്കാത്ത ചമ്മന്തിയും അങ്ങനെ എന്തെങ്കിലും കഴിക്കും. ചിലർ ഉച്ചയ്ക്ക് ഒരു നേരം അരിഭക്ഷണം കഴിക്കും, ബാക്കി 2 നേരവും പഴങ്ങളൊക്കെ കഴിച്ചിരിക്കും. ചിലർ ഒന്നും കഴിക്കില്ല, ഉപവസിക്കും. ചിലർ ജലം മാത്രം കുടിച്ചിരിക്കും, ചിലർ പാലും പഴങ്ങളും കഴിച്ചിരിക്കും. എങ്ങനെയാണോ നമുക്ക് സാധിക്കുന്നത് അതേപോലെ പൗർണമി വ്രതം എടുക്കുന്ന ധാരാളം സ്ത്രീകളെ നമുക്കറിയാം. ഞാനും ഇടയ്ക്കിടയ്ക്കൊക്കെ എടുക്കാറുണ്ട്, എപ്പോഴും എടുക്കാറില്ല. എനിക്ക് സാധിക്കുന്ന സമയങ്ങളൊക്കെ തന്നെ പൗർണമി വ്രതം എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ദേവീക്ഷേത്ര ദർശനം നടത്താറുണ്ട്. ലളിതാ സഹസ്രനാമം ജപിക്കാറുണ്ട് പൗർണമി ദിവസങ്ങളിൽ. ചില അവസരങ്ങളിൽ പൗർണമി വ്രതം എടുക്കാനായിട്ട് എനിക്ക് സാധിക്കാറില്ല. ആ സമയത്ത് പോലും പക്ഷേ ഞാൻ ലളിതാ സഹസ്രനാമം ജപിക്കാറുണ്ട്. അതല്ലെങ്കിൽ അമ്മേ നാരായണ, ദേവി നാരായണ, ദുർഗേ നാരായണ അങ്ങനെ നമുക്ക് ജപിക്കാം. അതല്ലെങ്കിൽ ദുർഗാ സപ്തശ്ലോകി നമുക്ക് ജപിക്കാം. നമുക്കറിയാവുന്ന നാമങ്ങളൊക്കെ ജപിച്ചിട്ട് പൗർണമി ദിവസം ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ പൗർണമി ദിവസം വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ഇത്തവണ വരുന്ന ജാനുവരി 13-ാം തീയതി ശാകംഭരി പൂർണിമ ആയതുകൊണ്ട് ഇനി നിങ്ങൾ ആരെ ഭജിച്ചാലും ശാകംഭരി ദേവിയെ കൂടി ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. എന്തെങ്കിലും ഒരു പച്ചക്കറിയോ പഴങ്ങളോ ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. എല്ലാവർക്കും അന്നേ ദിവസത്തെ പ്രത്യേകത മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അമ്മ മഹാമായയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.